നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ മനുഷ്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ പല ആളുകളും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വിവാഹത്തിൻ്റെ പ്രശ്നം. വിദ്യാഭ്യാസവും പണവും ജോലിയും ധനസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വിവാഹം നടക്കാൻ വളരെ കാലതാമസം നേരിടുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് പലരും സംശയിക്കാറുണ്ട്. മംഗല്യയോഗം എന്നാണ് വിവാഹം നടക്കുമ്പോൾ പറയുന്നത്. അതിന് ഒരു യോഗം വേണം, അതായത് ഭാഗ്യമെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം. ജാതകത്തിൽ മറ്റ് യാതൊരു ദോഷവും ഇല്ല എന്ന് വരികിൽ വിവാഹം പെട്ടെന്ന് നടക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് നടക്കും. അതിന് പ്രാർത്ഥന ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് സ്വയംവര മന്ത്രം. വളരെ ഭക്തിപൂർവം സ്വയംവര മന്ത്രം ജപിക്കുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ജാതകവശാൽ മറ്റ് ദോഷങ്ങളൊന്നുമില്ല എന്ന് വരികിൽ മംഗല്യഭാഗ്യമുണ്ടാകും. സ്വയംവര മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മംഗല്യം മാത്രമല്ല, സ്വയംവരം അതിൻ്റെ അർത്ഥം തന്നെ അറിയാമല്ലോ. നമ്മളിലേക്ക് ആകർഷണീയത ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സഹപ്രവർത്തകരുടെ സഹകരണം നമുക്കുണ്ടാകണം. മേലധികാരികളുടെ സഹകരണം നമുക്ക് കിട്ടണം, സഹായം കിട്ടണം. അതിനൊക്കെയും ഈശ്വരാനുഗ്രഹം അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെയും സാധ്യമാക്കുന്ന, അതിനുവേണ്ടി ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു മഹാമന്ത്രമാണ് സ്വയംവര മന്ത്രം. അത് ജപിക്കുന്നതിന് മുമ്പ് അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ ചില ചിട്ടവട്ടങ്ങളൊക്കെയും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. കുളിച്ച് ശുദ്ധവൃദ്ധിയോടുകൂടി വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ. ഈ ജപിക്കേണ്ട വിധവും അതിൻ്റെ ഫലശ്രുതിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും, സംശയിക്കേണ്ട. ഓം സദ്ഗുരുവേ നമഃ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഈ മന്ത്രം ചൊല്ലി നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങണം. അതിന് ഒരു 12 ദിവസി ആദ്യം കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച്
പഞ്ചോപചാര പൂജ അർപ്പിച്ചതിന് ശേഷം വേണം ഈ മന്ത്രം ഉച്ചരിച്ച് തുടങ്ങാൻ. നമ്മുടെ ഗുരുക്കന്മാരെയും പിതൃക്കളെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി ഈ മന്ത്രം ചൊല്ലി അനുഗ്രഹം വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി യോഗഭയങ്കരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശമാകർഷയ ആകർഷയ സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് അക്ഷരത്തെറ്റ് വരാതെ വേണം നമ്മൾ ജപിക്കാൻ. 12 ദിവസം 12 പ്രാവശ്യം വീതം വേണം ഈ മന്ത്രം ജപിക്കാൻ. അതിനുശേഷം എല്ലാ പൗർണമി ദിവസവും, പൗർണമി ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്ത വാവ്, അതിനെയാണ് പൗർണമി എന്ന് പറയുന്നത്. ആ പൗർണമി ദിവസം വ്രതശുദ്ധിയോടുകൂടി അന്നത്തെ ദിവസം വ്രതമെടുക്കണം. ആ വ്രതശുദ്ധിയോടുകൂടി ഈ മന്ത്രം ജപിക്കുകയും ഈ മന്ത്രോപാസന നടത്തുകയും വേണം. അങ്ങനെ ഭക്തിപൂർവം 12 പ്രാവശ്യം, അതായത് 12 മാസം വ്രതശുദ്ധിയോടുകൂടി പൗർണമി വ്രതമെടുത്ത് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടും ഈശ്വരഭക്തിയോടും കൂടി നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുക. നമസ്കാരം.